കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവേൽ പ്രേയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2024 നമ്മെ വിട്ട് കടന്നു പോകുവാൻ ഏതാനും നിമിഷങ്ങളും മണിക്കൂറുകളും മാത്രം നിൽക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതയാത്രകളെയും അനുഭവങ്ങളെയും നടത്തിയ വിധങ്ങളെയും നൽകിയതായിരിക്കുന്ന നന്മകളെയും ആരോഗ്യവും ആയുസ്സും ബലവും സൗഖ്യവും പ്രത്യാശയും ആയുസ്സും എല്ലാം തന്ന നമ്മെയും നമ്മുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ദൈവം അതിശ്രേഷ്ഠമായി നടത്തി. അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ദിവസം കൂടെ നമ്മൾ നന്ദിയുള്ളവരായി അങ്ങയുടെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ വിനയപ്പെടുത്തുകയാണ്. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തകൾക്കായിട്ട് ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് വീഴ്ചയും മടങ്ങിവരവും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഒരു ഭക്തനായിരിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയതായിരിക്കുന്ന വീഴ്ചകൾ, അവിടെ നിന്നും മടങ്ങി വന്നതായിരിക്കുന്ന അനുഭവങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സമയത്തിന്റെ പരിധികൾ നമ്മുടെ മുൻപിൽ ധാരാളം ഉള്ളതുകൊണ്ട് അധികം സമയം മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല എന്നെനിക്കറിയാം. അതുകൊണ്ട് കേട്ടിരിക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ ദൈർഘ്യമേറിയതായിരിക്കുന്ന വിഷയങ്ങൾ പറഞ്ഞ് അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ചെറിയ ഒരു മെസ്സേജ് മാത്രം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് ശൗമേലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നാഥാൻ ദാവീദിനോട് പറഞ്ഞത്, ആ മനുഷ്യൻ നീ തന്നെ. ഇവിടെ വായിച്ചതായിരിക്കുന്ന വേദഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. അനേക ദൈവദാസന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന സന്ദേശങ്ങൾ കേൾക്കുകയും ആത്മീയവും അധ്യാത്മികവുമായ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ഈ വേദഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന ഒരു രാജാവായിരുന്നു ശൗൽ. ആ ശൗലിന്റെ കാലശേഷം തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്ന വ്യക്തിയാണ് ദാവീദ്. ഇവരെ രണ്ടുപേരെയും തെരഞ്ഞെടുക്കുവാനായിട്ട് നിയുക്തനായിരിക്കുന്ന വ്യക്തി പ്രവാചകനായിരുന്നു ശൗമേൽ. ദാവീദിന്റെ കാലഘട്ടങ്ങൾ നമുക്കറിയാം. ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരങ്ങളിലായിരുന്ന ഒരു ഭക്തനായ ഒരു പാട്ടുകാരനായ ഒരു മനുഷ്യനായിരുന്നു. അതോടൊപ്പം ദൈവഭക്തിയുള്ള മനുഷ്യനായിരുന്നു, ആരാധനയുള്ള മനുഷ്യനായിരുന്നു, ദൈവകൃപയുള്ള മനുഷ്യനായിരുന്നു, യഹോഭക്തിയോടുകൂടെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. ഈ ദാവീദ് രാജകീയമായ സ്ഥാനത്ത് വരുമെന്ന് ദാവീദിന്റെ വീട്ടിലുള്ളവരോ, ദാവീദിന്റെ സുഹൃത്തുക്കളോ, ദാവീദിന്റെ ബന്ധുക്കളോ, ദാവീദിന്റെ ചർച്ചക്കാരോ ആരും അറിഞ്ഞില്ല. ഇതിൽ സ്വർഗത്തിലെ ദൈവം തന്നെ കുറിച്ചുള്ള നിയോഗവും നിരൂപണങ്ങളും മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് ദൈവം ദാവീദിനെ ഉയർത്തുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് ദാവീദ് ഇസ്രായേലിന്റെ 2-ാമത്തെ രാജാവായിട്ട് അഭിഷിക്തനായി അഭിഷേകം പ്രാപിച്ച് മടങ്ങി വരുന്നത്. ആ ദൈവത്തിന്റെ ദാസൻ സമ്പന്നനായ ജീവിതം നയിക്കുന്നു, സമ്പന്നമായ നടപ്പുകൾ നടക്കുന്നു. തൻ്റെ പഴയ കാലഘട്ടത്തിലെ ജീവിതമല്ല, പഴയ നടപ്പല്ല, പഴയ അവസ്ഥകളല്ല, എല്ലാ അവസ്ഥകൾക്കും മാറ്റമുണ്ടായി ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കടന്നു വന്ന സമയത്ത് ഈ പ്രിയപ്പെട്ടതായ ദാവീദിന്റെ ജീവിതത്തിൽ ചില വീഴ്ചകൾ വരാനിടയായി. താൻ അല്പസമയം ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. തൻ്റെ ബുദ്ധി, തൻ്റെ ചിന്തകൾ, തൻ്റെ വിചാരങ്ങൾ, തൻ്റെ ഭാവങ്ങൾ, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ടു പോയ സമയത്ത് ദാവീദ് അറിയാതെ ഒരു വീഴ്ച ദാവീദിന്റെ ജീവിതത്തിൽ വരുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ വീഴ്ച പറ്റിയിട്ടും താൻ നീതിമാനായും നീതീകരിച്ചുകൊണ്ടും താൻ നല്ല ഒരു മനുഷ്യനായിട്ട് സമൂഹത്തിൽ നിൽക്കുമ്പോൾ നാഥാൻ പ്രവാചകനെ ദൈവം എഴുന്നേൽപ്പിച്ചു. നാഥാനോട് പറഞ്ഞു, നീ രാജാവിന്റെ അടുക്കൽ പോകണം, ദാവീദിനെ കാണണം. ഞാൻ എളിയ ഗ്രഹത്തിൽ നിന്നും ഈ വലിയ സ്ഥാനത്ത് നിന്നെ കൊണ്ടുവന്ന ഈ സ്ഥാനത്തിരുത്തിയപ്പോൾ
നീ എന്നെ മറന്നു, ജനത്തെ മറന്നു, സമൂഹത്തെ മറന്നു, കാലഘട്ടത്തെ മറന്നു, എല്ലാം മറന്ന് നീ ഇപ്പോൾ അകന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് മടങ്ങി വരേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞ് നാഥാൻ പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് അയച്ചു. നാഥാൻ പ്രവാചകനെ കണ്ടപ്പോൾ ദാവീദ് വണങ്ങി. രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്ത് ആ സ്നേഹം പുതുക്കി വളരെ സന്തോഷത്തോടുകൂടെ ആയിരുന്നു. നാഥാൻ പ്രവാചകൻ ഒരു കഥ പറയുകയാണ് ദാവീദിനോട്. ഞാൻ ഒരു കാര്യം എന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയാൻ വന്നതാണ്. പ്രവാചകന്മാർ വെറുതെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നില്ല. ഇതുവഴി പോയപ്പോ കയറുക എന്ന് പറയുന്നില്ല. ഇന്ന് ദൈവത്തിന്റെ ദാസന്മാരെ ദൈവം അയക്കുന്നെങ്കിൽ അത് ദൈവ ഉദ്ദേശത്തോടു കൂടെയാണ്, ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാണ്, ദൈവ ആലോചന പ്രകാരമാണ്. ആ ആലോചനകൾ പറയുന്നതിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് പ്രവാചകൻ ആ വീട്ടിൽ കൊട്ടാരത്തിൽ കയറി ചെല്ലുമ്പോൾ ദാവീദിനോട് പറയുകയാണ്, ധനികനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് ധാരാളം ആടുകളുണ്ട്. അതിനോട് ചേർന്ന് ഒരു ദരിദ്രനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തിന് ഒരു പെണ്ണാട് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ മുറ്റത്തുമൊക്കെ ഓടിക്കളിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മടിയിൽ കിടക്കുകയാണ്. അവർ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ആ ആട്ടിൻകുട്ടി ജീവിക്കുകയാണ്. ഒരു ദിവസം സമ്പന്നനായിരിക്കുന്ന ആ മനുഷ്യന്റെ വീട്ടിൽ ഒരു സ്നേഹിതൻ വീട്ടിൽ വരികയുണ്ടായി. ആ വീട്ടിൽ വന്ന സമയത്ത് ആ സമ്പന്നന് വേണ്ടി തന്റെ ആടുകളിൽ ഒന്നിനെ കൊല്ലാതെ ഈ ദരിദ്രനായിരിക്കുന്ന മനുഷ്യനെ വീട്ടിലുള്ളതായിരിക്കുന്ന ആട്ടിൻകുട്ടിയെ പിടിച്ച് കൊന്ന് അവന് പാകം ചെയ്തു കൊടുത്തു. അപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ ഭരിക്കുന്ന ഈ രാജ്യത്ത് ഇങ്ങനെയുള്ളതായിരിക്കുന്ന അനീതികളും അക്രമങ്ങളും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവൻ മരണയോഗ്യനാണ്. അവനെ യഹോവയുടെ സന്നിധിയിൽ 4 ഇരട്ടി പകരം കൊടുക്കണം. നമ്മളത് വായിച്ചാൽ മതി, താഴോട്ട് വായിച്ചാൽ മതി, നമുക്ക് കാണാം. 12 മുതൽ താഴോട്ട് വായിക്കുന്ന സമയത്ത് സവിസ്തരമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ഇരട്ടി പകരം കൊടുക്കണം. ദാവീദ് കുറെ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അവൻ മരണയോഗ്യനാണ്, അങ്ങനെയാകാൻ പാടില്ല, അതാണ് എന്നൊക്കെ ദാവീദ് ശക്തവും യുക്തവുമായിട്ട് പറയുമ്പോൾ പ്രവാചകൻ മുഖത്ത് നോക്കി ദാവീദിനോട് പറയുന്നു, അത് മറ്റാരുമല്ല, അത് നീ തന്നെയാണ്. നീയാണ് ചെയ്തത്, നീയാണ് പ്രവൃത്തി ചെയ്തത്, നീയാണ് വീണുപോയത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, ഒരു ജീവിതത്തെ, ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയത്. അതിനുശേഷം താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നാഥാൻ പ്രവാചകൻ പറയുകയാണ്, നീ പാവപ്പെട്ടവനായിരിക്കുന്ന ഒരു ഊരിയാവിനെ നീ പിടിച്ചു, അവരെ യുദ്ധത്തിന്റെ മുൻമുനയിൽ കൊണ്ട് നിർത്തി, അവനെ കൊല്ലിച്ചു, അവന്റെ ഭാര്യയെ നീ സ്വന്തമായിട്ടെടുത്തു. അതുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്നും ഈ ന്യായവിധി മാറുകയില്ല. നീ രഹസ്യത്തിൽ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ ചിലതൊക്കെ പരസ്യമായി ചെയ്യിക്കും. ശാപം അവന്റെ കുടുംബത്തിലേക്ക് വരുന്നു എന്ന് പ്രവാചകൻ പറയുകയാണ്. ദാവീദ് ഞെട്ടിപ്പോയി, ദാവീദ് ഭയപ്പെട്ടു പോയി. ഇത് വെട്ടിപ്പോയപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയി. സത്യം തിരിച്ചറിഞ്ഞിട്ട, കുറ്റം മനസ്സിലാക്കിയിട്ട ഏറ്റുപറയുന്നൊരു മനുഷ്യനെ ഇവിടെ കാണുവാൻ. കാരണം തന്റെ കുടുംബത്തിൽ വീണതായിരിക്കുന്ന ശാപത്തിൽ നിന്ന് വിടുതലുണ്ടാകണം, ശിക്ഷയ്ക്ക് മാറ്റമുണ്ടാകണം, തലമുറയ്ക്ക് ശാപം വന്ന് കയറുവാൻ ഇടയാകരുത്. അതുകൊണ്ട് ദാവീദ് താണു വീണ് ദൈവസന്നിധിയിൽ കരഞ്ഞു, ഞാൻ പാപം ചെയ്തു, പുതിയ ഒരു ഹൃദയം എനിക്ക് തരണമേ എന്ന് ദാവീദ് പറഞ്ഞു. മടങ്ങി വരുന്ന ദാവീദിന്റെ വീഴ്ച 12-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ കാണാം. ദാവീദ് പ്രവാചകൻ മുഖാന്തരം മടങ്ങി വരികയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെയും അറിഞ്ഞും, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും പലപ്പോഴും നമ്മൾ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നവരാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിലേക്ക് അതൊരു ശാപമായി, തലമുറയ്ക്കത് ശാപമായി വീഴാതെ നാം സന്തോഷകരമായ ജീവിതം നയിക്കുന്നു എങ്കിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കുവാൻ ഇടയായി തീരും. 138-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിനക്ക് ഉത്തരം തരും. വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതമാണ്, മനുഷ്യനാണ്, മാനുഷികമായ നിലയിൽ ജീവിക്കുന്നവരാണ്. തെറ്റുകളുണ്ട്, കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്. ആരും നീതിമാനല്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ് നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്.
വിളിച്ചപേക്ഷിക്കുന്ന നാളിൽ ഞാൻ നിനക്ക് ഉത്തരം തരും. 138 6 വാക്യത്തിൽ വായിക്കുമ്പോൾ, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. അവൻ ഉന്നതനാണ്, എന്നാൽ താഴ്മയുള്ളവനെ അവൻ കടാക്ഷിക്കുന്നു. അവനോട് ദയ തോന്നുന്നു, അവനോട് കരുണ തോന്നുന്നു, അവനോട് മനസ്സലിയുന്നു. അവൻ പാപത്തിൽ വീണാലും ആ പാപത്തിൽ നിന്നും അവനെ സ്നേഹത്തോടുകൂടെ മടക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, രാജ്യത്തിന് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുണ്ട്. നീ ഒരു തെറ്റുകാരനാണ് എന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് തെറ്റുകാരനാക്കിയാൽ നീ ഒരു പക്ഷേ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, നഷ്ടപ്പെട്ടു പോകും. അത് വരാതിരിക്കാതെ നീ തിരഞ്ഞെടുത്ത വഴികളെ തിരിച്ചറിഞ്ഞിട്ട് നീ മടങ്ങി വരുന്നുവെങ്കിൽ ദൈവം ക്ഷമിക്കും. യേശുവിന്റെ രക്തം സകല പാപവും പൊക്കി ശുദ്ധീകരിക്കുന്നതാണ്. ഇവിടെ വായിക്കുന്നത് യഹോവ ഉന്നതനെങ്കിലും. 103 സങ്കീർത്തനം 13 വാക്യം വായിക്കുമ്പോൾ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ തന്റെ ഭക്തന്മാരോട് ദയ തോന്നുന്നു. തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. തന്റെ ഭക്തന്മാരോട് അവന് കരുണയുണ്ടാകുന്നു. ആ കരുണയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 90 സങ്കീർത്തനം 15 വാക്യത്തിൽ വായിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത്, നീ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഇവിടെ വായിക്കുന്നത്, ഞങ്ങളുടെ പിതാക്കന്മാർ ഒരുപാട് ക്ലേശങ്ങളിലൂടെ കടന്നുപോയി, ഒരുപാട് സങ്കടത്തിൽ ജീവിച്ചു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ഈ ക്ലേശത്തിൽ നിന്നും ഞങ്ങളെ സന്തോഷത്തിലേക്ക് നയിക്കണമേ. പലവിധമായ പ്രയാസത്താൽ നിങ്ങൾ സന്തോഷം നഷ്ടപ്പെട്ടവരല്ലേ? പലവിധമായ കാരണങ്ങളാൽ നിങ്ങൾ ദുഃഖം അനുഭവിക്കുന്നവരല്ലേ? പലവിധമായ ചിന്തകളാൽ നിങ്ങൾ മൂടപ്പെട്ട അവസ്ഥയിലല്ലേ? ആരോടും മിണ്ടാത്ത അവസ്ഥയല്ലേ? ഉള്ളു തുറക്കാൻ കഴിയാത്ത അവസ്ഥയല്ലേ? ഓരോ ദിവസവും കണ്ണീരോടെ കിടക്കുകയല്ലേ? ഓരോ ദിവസവും കരഞ്ഞെഴുന്നേക്കുകയല്ലേ? തകർന്ന മനസ്സോടെ ജീവിക്കുകയല്ലേ? നിങ്ങളെ ക്ലേശിപ്പിച്ചതായിരിക്കുന്ന ദിവസത്തിൽ നിന്നും ഒരു സന്തോഷത്തിന് ദിനം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവസന്നിധിയിലേക്ക് ദാവീദിനെ പോലെ ഒന്ന് മടങ്ങി വന്നാൽ മതി. യഹോവേ, ഞാൻ നിന്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നു, ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ വരുന്നുവെങ്കിൽ വിടുതൽ പ്രാപിക്കുവാൻ ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വസ്ഥ പിതാവേ, വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. രോഗികളായി കഴിയുന്നവരുണ്ട്, അവരെ സൗഖ്യവും വിടുതൽ നൽകണമേ. മനോഭാരത്തോടും ദുഃഖത്തോടും വ്യതയോടും ക്ലേശിപ്പിച്ച് ജീവിതത്തിൽ ക്ലേശം അനുഭവിച്ച കാലഘട്ടത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ അനേക പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിനോ അറിയാതെയും വന്നുപോയ വിധകളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപങ്ങളുമായി ജീവിക്കുന്ന അനേകരുണ്ട്. നീ അവരെ കടാക്ഷിക്കണമേ, സന്ദർശിക്കണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വദേശത്തും വടക്കേ ഇന്ത്യയിലും ഗൾഫ് മേഖലകളിലും യൂറോപ്യൻ നാടിലും കർത്താവ് അമേരിക്കയിലും ഒക്കെയായിട്ട് അനേക പ്രിയപ്പെട്ടവർ ജോലിക്ക് കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാം ഞങ്ങൾ കുടുംബമായിട്ട് ഓർക്കുന്നു. ബിസിനസ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, പഠിക്കാൻ പോയ കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. 2025 പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദിവസങ്ങളിൽ ഇമ്മാനുവേൽ പ്രയർ മിഷന്റെ പുതുവത്സര ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. താങ്ക് യു ജീസസ്. പ്രൈസ് ദി ലോർഡ്.